ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളേവരുടെയും വാഹനപ്രേമികളുടെ ഏവരുടെയും പ്രിയപ്പെട്ട പ്രീമിയർ പത്മിനിയുടെ ഒരു സ്കെയിൽ മോഡലാണ്. ഇതൊരു സെഞ്ചുറി ടോയ്സിൻ്റെ ഒരു സ്കെയിൽ മോഡലാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാന്ന് വെച്ചാൽ, ഒരു വാഹനപ്രേമികൾക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു കാലത്ത് ഇന്ത്യൻ നിരത്തുകളിൽ രാജാവായിരുന്നു പ്രീമിയർ പത്മിനി. ഇതിൻ്റെ സവിശേഷത വെച്ചാൽ, നമുക്കിതിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ 1970-80 കാലഘട്ടത്തിലാണ് ഈ കാറ് ഇന്ത്യയിൽ ജനപ്രിയമായി വരുന്നതും ജനപ്രിയമായിട്ടുള്ള കുടുംബ കാറ് കൂടിയായിരുന്നത്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോംബെയിൽ നഗരത്തിൽ കറുപ്പും യെല്ലോയും കളറിൽ ഉള്ള ടാക്സികൾ ഭൂരിഭാഗവും പ്രീമിയർ പത്മിനി തന്നെയാണ്. മുംബൈ ആസ്ഥാനമായിട്ടുള്ള പ്രീമിയർ ഓട്ടോമൊബൈൽ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ പ്രീമിയർ പത്മിനി എന്ന കാർ ആദ്യമേ നിർമ്മിച്ചത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഡയസിലേക്ക് വെച്ചിട്ട് ബാക്കി കൂടി വിശേഷങ്ങൾ പങ്കുവെക്കാം. കണ്ടോ, അതിൻ്റെ ഭംഗി നോക്കി നോക്ക്. ഇപ്പോഴും ആ ഒരു കാർ വെച്ചാൽ ഇതിപ്പോൾ സ്കെയിൽ മോഡലാണെങ്കിലും ഒറിജിനൽ കാറിന് അതിൻ്റേതായിട്ടുള്ളൊരു ആനച്ചന്തം ഉണ്ട്. അതുതന്നെയാണ് അതിനെ ഇന്ത്യൻ നിരത്തുകളിൽ രാജാവെന്ന് പറയുന്നത്. അതിൻ്റെ രാജാവിൻ്റെ പ്രൗഢിക്ക് ഇപ്പോഴും ഒരു ഫോട്ടോ സംഭവിച്ചിട്ടില്ല തന്നെ പറയണം. ഇത് ഇറ്റാലിയൻ കമ്പനിയായിട്ടുള്ള ഫിയറ്റുമായി സഹകരിച്ച് 1964 ഫിയറ്റ് 1100 ഡിലൈറ്റ് എന്ന പേരിലാണ് ആദ്യം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്നത് ഈ വാഹനം. പിന്നെ അതിനുശേഷം 1974 പ്രീമിയർ പത്മിനി എന്ന് ഇതിനെ പേര് മാറ്റി നമുക്കിന്ന് കാണുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എടുത്തു പറഞ്ഞ സവിശേഷത എന്തൊക്കെയാ വെച്ചാൽ, ഇതിന് എൻജിൻ സൈഡ് തന്നെയാണ്. 1989 cc വരുന്ന 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വണ്ടിയുടെ ഏറ്റവും കരുത്തായിട്ടുള്ള ഭാഗം. പിന്നെ 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആയിരുന്നു അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല 5 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന 4 ഡോർ സെഡാൻ സീരീസിലെ മെയിൻ വാഹനത്തിലൊന്നായിരുന്നു അത്. പിന്നെ എടുത്തു പറയേണ്ട സവിശേഷത, മറ്റു വാഹനങ്ങളിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ആദ്യമായി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ, സ്റ്റിയറിങ്ങിൻ്റെ കോളത്തിൻ്റെ സമീപത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഗിയർ ലിവർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇന്നും ഈ വാഹനം പൊന്നുപോലെ കൊണ്ടുവരുന്ന ഒരുപാട് വാഹനപ്രേമികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടി ഇരിക്കട്ടെ ഈ ഒരു വീഡിയോ.